സുസ്മിത വന്നിരിക്കുന്ന എന്തെങ്കിലും പറയാനാണെങ്കിൽ അത് പറഞ്ഞിട്ടേ പോവും. അത് വിഷ്ണുവേട്ടൻ കേൾക്കുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞില്ലെന്നും ഇവിടെ നിന്ന് ഇവിടുന്ന് പോവില്ല ബ്രോ. ഇവളുടെ വായ അടപ്പിക്കണമെങ്കിലേ നല്ല കൈക്കരുത്ത് തന്നെ പ്രയോഗിക്കണം. ഇറങ്ങണി ഇവിടുന്ന്. ആഹാ, ഇളമുറത്തമ്പുരാന് ശബ്ദം വെച്ചല്ലോ. അല്ലെങ്കിൽ ഇങ്ങനൊരാളുടെ സാന്നിധ്യം പോലും അറിയാൻ പറ്റില്ല. ഈ ശബ്ദം വയ്ക്കുന്നൊക്കെ നല്ലതാ. പക്ഷെ നിന്റെ ആ വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ നട്ടെല്ലും കൊണ്ട് സുസ്മിത എടുത്ത് കൈക്കരുത്ത് കാണിക്കാൻ വന്നാലുണ്ടല്ലോ, വിവരം അറിയുന്നേ. നിന്റെ ഭാര്യ ശ്യാമയുടെ രഹസ്യങ്ങൾ അറിയിക്കാൻ തന്നെയാ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇത്രയും നാൾ നീതാ പൊന്നെ ചക്കരയെന്നൊക്കെ വിളിച്ച് മകളാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പത്മിനി എന്ന പപ്പിമോളില്ലേ, നിന്റെ മോളല്ല. ആന്റി, കാരണം എന്താണെന്നറിയോ? പപ്പിയെ പ്രസവിച്ചത് ശ്യാമയല്ല. അതുകൊണ്ട് തന്നെ പപ്പി ഈ വീടിന്റെ അവകാശിയല്ല. എന്തൊക്കെയായി വെളിവില്ലാത്തോട് വിളിച്ചു പറയുന്നത്? ഈ ഭ്രാന്തി പിടിച്ച് പുറത്താക്കണം. കള്ളം ഇവള് പറയുന്നേ, പച്ച കള്ളം. പപ്പി എന്റെ മോള് തന്നെയാ, എന്റെ സ്വന്തം. ഈ ഭൂമിയിലുള്ള എന്റെ ഏക അവകാശി ഇവള് തന്നെയാ. എന്റെ സ്വന്തം ചോരയാ. ചോര ചോരയല്ലടാ, ചേര. എടാ മണ്ട, കാര്യങ്ങൾ അറിയുമ്പോ പെണ്ണുങ്ങളെ പോലെ നിന്ന് മോങ്ങല്ല വേണ്ടത്. ആണുങ്ങളെ പോലെ നിന്ന് നിന്റെ ഭാര്യയോട് കാര്യങ്ങൾ ചോദിക്കേ. ഞാൻ പറയുന്നത് കള്ളമാണോ അല്ലയോന്ന് അവള് പറയട്ടെ. ശ്യാമേ, കണ്ടില്ലേ, അവള് പറയില്ല. കാരണം ഞാൻ പറഞ്ഞത് സത്യമായതുകൊണ്ടല്ലേ അവളെ മിണ്ടാതെ നിൽക്കുന്നത്. ശ്യാമേ, ഇങ്ങ് വാ. ഇവള് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്താ നീ മിണ്ടാതെ നിൽക്കുന്നത്? അത് വഴിയെ പോകുന്നവരൊക്കെ വിടുവായത്തരം പറയുന്നതിന് ഞാനെന്തിനാ സത്യമേ മറുപടി പറയുന്നേ? എന്റെ പ്രസവ സമയത്ത് സത്യമേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ലേ? അതെ, അന്നൊന്നും കേൾക്കാത്ത ഒരു പുതിയ കഥ. വിഷ്ണു, ഇനി ഇവള് പറയുന്ന കള്ളക്കഥയും കേട്ട് നിൽക്കാതെ പിടിച്ച് അവളെ വെളിയിലോട്ട് ഇറക്കടാ. അല്ല ആന്റി, നിന്നോട് ഇറങ്ങാൻ. വേണ്ട, ഞാൻ ഇറങ്ങാം. പക്ഷെ വിഷ്ണുവേട്ടന്റെ ഭാര്യ ശാലിനി പ്രസവിച്ചത് ഇരട്ടക്കുട്ടികളായിരുന്നു എന്നുള്ള സത്യം വിഷ്ണുവേട്ടൻ അറിയോ? വിഷ്ണുവേട്ടൻ തിരക്കി നടക്കുന്നുണ്ടല്ലോ സത്യയുടെയും പപ്പിയുടെയും പിന്നാമ്പുറ കഥ. എനിക്ക് കേട്ടോ. ഇവളെല്ലാരും പറ്റിക്കായിരുന്നു. ശ്യാമയുടെ കുട്ടി അബോഷനായി പോയപ്പോ ശാലിനി പ്രസവിച്ച ഇരട്ട കുട്ടികളിൽ ഒരു കുട്ടി, അതായത് ദാ ഈ പപ്പിയെ ഇവൾക്ക് വളർത്താൻ കൊടുത്തതാ. അപ്പോ നീ പറയുന്നത് ശ്യാമ പ്രസവിച്ച കുട്ടിയല്ല പപ്പിയെന്നാണോ? അതെ ആന്റി, ഇവരെല്ലാം കൂടി ചതിക്കായിരുന്നു. ഇനി വിശ്വാസയോഗ്യമായ മറ്റൊരു സത്യം കൂടി ഞാൻ പറയാം. പപ്പി ആക്സിഡന്റ് ആയി കിടന്നപ്പോ പപ്പിക്ക് രക്തം കൊടുത്ത് ജീവൻ രക്ഷിച്ചത് മറ്റാരുമല്ല, ശാലിനി തന്നെയാ.
സുസ്മിതേ, ഇത്രയും നേരം നിന്റെ ഈ കള്ളക്കഥയും കേട്ടു നിന്നതേ നീ ഇത് എവിടം വരെ എത്തിക്കുന്ന അറിയാൻ വേണ്ടിയാ. എന്നോട് എന്റെ കുടുംബത്തോടുള്ള പക തീർക്കാനേ ഇനി ഇതുപോലുള്ള കള്ളക്കഥയായിട്ട് വന്ന മുറ്റം തൂക്കുന്ന കുറ്റിച്ചൂലെടുത്ത് അടിക്കും ഞാൻ. ആന്റി, ഇറങ്ങടി വെളിയില്. എടി ഇറങ്ങാൻ വെളിയില്. ഞാൻ പറഞ്ഞ സത്യ. പപ്പി ശ്യാമയുടെ കുട്ടിയല്ല. ശാലിനി പ്രസവിച്ചതാ പപ്പിയെ. ഇനി ആ പേരിവിടെ പറഞ്ഞോ അടിച്ച് നിന്റെ കരണം ഞാൻ പോകിക്കും. എന്നെ തല്ലിയതുകൊണ്ടോ ഈ മുറ്റത്തുനിന്ന് അടിച്ചിറക്കിയതുകൊണ്ടോ സത്യം അല്ലാതാവില്ല. ഞാനിത് എവിടെയും വിളിച്ചു പറയും. ശാലിനി പ്രസവിച്ചത് ഇരട്ട കുട്ടികളെയാണ്. പപ്പിയും സത്യയും ഒരമ്മ പെറ്റ മക്കളാണ്. അവര് സഹോദരങ്ങളാണ്. വീണ്ടും നീ അത് തന്നെ പറയുന്നോടി. ഇറങ്ങി പോടി ഇവിടുന്ന്. ആന്റി, ഞാൻ പറയുന്നത് ഇറങ്ങി പോവാൻ. തെളിവില്ലാതെ നേരിട്ട് പോയി പറഞ്ഞാൽ ഇതായിരിക്കും അനുഭവം. തെളിവ് കണ്ടെത്തണം, എന്നിട്ട് പൊളിച്ചടുക്കണം എല്ലാത്തിനെ. മോളെ മോളെ ദേ, ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, വാ വന്ന് കഴിച്ചേ. എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ശാരദാമ്മേ? ദേ, അമ്മ കണ്ട വഴക്ക് പറയും കേട്ടോ. അച്ഛൻ വന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളന്നേ. മോളെ പറയുന്ന കേക്ക്. മോളെ ഇങ്ങോട്ട് വാ മോളെ. എന്താ അമ്മേ? കണ്ടില്ലേടി, എത്ര നേരമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നറിയോ? മോളെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയി നിക്ക്, വാ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ നിന്നിട്ട് എന്തിനാ അമ്മേ? അവളെ നോക്കി നിൽക്കുന്നത് അവളുടെ അച്ഛനെയാ. അത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ഇതിനെന്താടി ഒരു പരിഹാരം? അവക്ക് 6-7 വയസ്സായതാ. അവളെ തെറ്റു പറയാൻ പറ്റില്ല. ഇനിയും കൊച്ചു വലുതാവും. അപ്പൊ അവളോടൊപ്പം അവളുടെ ആഗ്രഹങ്ങളും വളരും. പിന്നീട് അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി കൊടുത്തേ മതിയാവും. അതിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എത്രയും പെട്ടെന്ന് ഇതിനെല്ലാം ഒരു പരിഹാരം കാണണമെന്ന് ഞാൻ പറഞ്ഞോളൂ. ഈ പ്രായത്തിലെ പെൺകുട്ടികൾക്ക് അവളുടെ മുന്നിലെ ഹീറോ അവരുടെ അച്ഛൻ തന്നെയാ. അതൊരിക്കലും അമ്മയ്ക്കാവാൻ പറ്റില്ല. കൂട്ടുകാരൊക്കെ അച്ഛനെ കുറിച്ച് പറയുമ്പോ അവക്കും ആഗ്രഹം കാണും. അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാ സത്യ ഈ കിടന്ന് വാശി പിടിക്കുന്നത്. അതങ്ങനെ കണ്ടില്ലെന്ന് നടിച്ച് നമുക്ക് പോവാൻ പറ്റില്ല. കുരുന്ന മനസ്സല്ലേ, ഏതെല്ലാം രീതിയിലാ ചിന്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോ അവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചാ പോരെ? അത് ഞാൻ കഴിപ്പിച്ചു തരാം. സത്യ, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഒരച്ഛനും ഇന്ന് വരില്ല. അവിടെ ജോലി തിരക്ക,
വരാൻ പറ്റില്ല. ഈശ്വരൻ എന്നോട് പറഞ്ഞല്ലോ അച്ഛൻ വരുമെന്ന്. ഭഗവാൻ കള്ളം പറയില്ല. ദേ, നീ വെറുതെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മ എന്നോട് വഴക്കിട്ടോണ്ടിരിക്കുക. ദേ, ഇനി നീ പറഞ്ഞാ കേട്ടില്ലെങ്കിൽ വടിയെടുത്ത് നല്ല അടി വെച്ച് തരിഞ്ഞ. അമ്മ എന്നെ എത്ര തല്ലിയാലും ശരി, ഞാൻ അച്ഛൻ വന്നിട്ട് എന്തെങ്കിലും കഴിക്കൂ. അത് ശരി, അപ്പൊ നിന്റെ വാശിയാണല്ലേ? ഒന്ന് കാണണമല്ലോ എങ്കിൽ. കൊച്ചല്ലേ ഒരല്പം പിടിവാശിയൊക്കെ കാണിച്ചോട്ടെ എന്ന് വിചാരിച്ചപ്പോ എന്റെ തലയിൽ കയറുക അല്ലേ? ശാലിനി, വേണ്ട. പൊന്നു മോളെ, എന്തേലും വന്ന് കഴിക്കാം, അമ്മ തല്ലും. തല്ലിക്കോട്ടെ, എന്റെ അച്ഛന് വേണ്ടിയല്ലേ, ഞാൻ കൊണ്ടോളാം. ഞാൻ പറയുന്നത് നീ പോയി ഭക്ഷണം കഴിക്കേ. ഇങ്ങോട്ട് താ, ഇങ്ങോട്ട്. ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് കഴിപ്പിച്ചോളാം, നീ ഇതിൽ ഇടപെടണ്ട. അമ്മ പറഞ്ഞാലൊന്നും ഇവിടെ കേക്കില്ല അമ്മേ. ഞാൻ സമ്മതിപ്പിച്ചോളാം. ചുമ്മാ ഇരിക്ക്. അമ്മേ, ഇനി ഇവളുടെ കാര്യവും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. ഇല്ല, ഞാനും എന്റെ സത്യമോളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചോളാം, നീ പോ. സത്യേ, നിന്റെ വാശി ഒരുപാട് കൂടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ആ, നീ പൊയ്ക്കോ. ദേ, അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടിയേനെപ്പോ. ശാരദാമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാ തല്ലാതെ പോയത്. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് എന്റെ ഒപ്പം വന്നേ. അച്ഛൻ വന്നാ നമുക്ക് ഇങ്ങോട്ട് വന്നാ പോരെ? വാ. ഞാൻ വരാം, പക്ഷെ ഒന്നും കഴിക്കില്ല. അത് പറഞ്ഞ പറ്റൂല. ശാരദാമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും കഴിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് സങ്കടാവും. വാ വാ, എന്റെ ചക്കര കുട്ടിയല്ലേ, വാ. ചവിട്ടല്ലേ? അയ്യോ ഇല്ലേ, ഞാൻ ചവിട്ടുന്നില്ലേ. സൂക്ഷിച്ചു പൊയ്ക്കോ. ഈശ്വരൻ എന്നോട് പറഞ്ഞല്ലോ അച്ഛൻ വരുമെന്ന്. ഭഗവാൻ കള്ളം പറയില്ല. അമ്മ എന്നെ എത്ര തല്ലിയാലും ശരി, ഞാൻ അച്ഛൻ വന്നിട്ട് എന്തെങ്കിലും കഴിക്കൂ. ശാരദാമ്മേ. ഓ, അമ്മ എന്തി? അമ്മ എങ്ങോട്ടാ പോയത്? എവിടെ പോവാൻ? ചിലപ്പോ അച്ഛനെ കാണാത്തോണ്ട് വിളിക്കാൻ പോയതായിരിക്കും. ഏയ്, ഒരിടത്തേക്കും പോയിട്ടില്ല. എന്തൊക്കെയോ എഴുതാനുണ്ടെന്നും പറഞ്ഞേ അപ്പുറത്തെ മുറിയിൽ കയറി വാതിലടച്ചിരിക്കുക. ആ, നിക്ക്. കുറച്ചു നേരത്തേക്ക് ആരും ശല്യം ചെയ്യില്ലേന്നാ പറഞ്ഞത്. ആ, സത്യേ. പിന്നെ അച്ഛന്റെ കാര്യത്തില് കൂടുതൽ പ്രതീക്ഷയൊന്നും വേണ്ട. ചിലപ്പോ ജോലി തിരക്കുണ്ടെങ്കിലേ അച്ഛൻ വരില്ല. നല്ല തിരക്കുള്ള ആളല്ലേ. ആര് പറഞ്ഞ അച്ഛൻ വരില്ലാന്ന്? എന്നോട് പറഞ്ഞിരിക്കുന്നതേ ഭഗവാനാ. ഭഗവാനെ പറഞ്ഞ തെറ്റില്ല. പിന്നെ നല്ല കറികളൊക്കെ ഉണ്ടാക്കി വെക്കണേ, അച്ഛന് ഊണ് കൊടുക്കേണ്ടതാ. അതൊക്കെ കൊടുക്കാം. അത് വരൂന്ന് ഉറപ്പായതിന് ശേഷം സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടാക്കിയാ പോരെ? ഉണ്ടാക്കിക്കോ, അച്ഛൻ വരുമെന്ന് പറയുന്ന ഞാനല്ലേ. ഉറപ്പ്. അച്ഛൻ വന്നിട്ട് ഞാനിന്ന് അച്ഛന്റെ മടിയിരുന്നാണ് ചോറ് കഴിക്കുന്നത്. അച്ഛൻ എനിക്ക് ചോറുരുട്ടി വായി വെച്ച് തരും. എന്നിട്ട് സ്നേഹത്തോടെ നെറ്റിയിൽ ഉമ്മ വെക്കും. ദേ ഇങ്ങനെ ഉമ്മ. ഇതൊക്കെ എന്റെ ഫ്രണ്ട് രേഷ്മയുടെ അച്ഛനും ചെയ്യുന്നതാ. അവൾ ഇതൊക്കെ വന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിക്കും ശാരദാമ്മേ. അതുകൊണ്ടാ ഞാൻ അച്ഛനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാനും പറയും എന്റെ അച്ഛനും എനിക്ക് ചോറ് വാരി തരുമെന്ന്. എന്റെ ഈശ്വര, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഈ കുഞ്ഞിനോട് എങ്ങനെയാ തന്റെ അച്ഛൻ വരില്ലെന്ന് എനിക്ക് പറയാനാവുക? സത്യാവസ്ഥ പറഞ്ഞു ബോധ്യപ്പെടുത്താനും ആവുന്നില്ല. ശാരദാമ്മ ഇപ്പൊ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ശാരദാമ്മേ, പുതിയ പേസ്റ്റും സോപ്പും ഒക്കെ ഞാൻ എടുത്ത് ബാത്റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ.
അച്ഛൻ വന്നാ അതൊക്കെ അച്ഛൻ്റെതായിട്ട് മാത്രം ഉപയോഗിക്കേണ്ടതാ. ആ പിന്നെ കുളിക്കാനായിട്ട് പുതിയൊരു ടവൽ എനിക്ക് തരണേ. മോക്ക് ടവലുണ്ടല്ലോ ഒരെണ്ണം. എനിക്കല്ല, അച്ഛനാ. നമ്മൾ ഉപയോഗിക്കുന്ന ടവലൊന്നും അച്ഛനും കൊടുക്കാൻ പറ്റില്ല. പുതിയൊരു ടവല് വേണം അച്ഛന് കൊടുക്കാൻ. അച്ഛന്റെ കൂടെ ഞാൻ ഷട്ടിൽ ബാറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് അടിച്ചു പൊളിക്കും. ശാരദാമ്മ കണ്ടു കൊതിച്ചോ? ഉമ്മ. എന്റെ ദേവി, ഇതെന്താവൂന്ന് എനിക്കറിയില്ല. വാച്ച കിടക്ക്. കിടക്കച്ചാ. ഇനി ഒന്ന് രണ്ടുപേരും കൂടി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. കെട്ടിപ്പിടിക്കച്ചാ. അത് പറയാം. മക്കളെ തിരിച്ചറിയാനാവാത്ത അയോധ്യയിലെ രാജാവായ ശ്രീരാമന്റെ കഥ. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു സീതാദേവി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സീതാദേവിയെ ശ്രീരാമന് ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരു ആശ്രമത്തിൽ അഭയം തേടിയ സീതാദേവി അവിടെ വെച്ച് 2 കുട്ടികൾക്ക് ജന്മം നൽകി. അതാണ് ലവനും കുശനും. ഏതാണ്ട് നിന്നെ പോലെയാ. ഒടുവില് അച്ഛനായിട്ടുള്ള രാമനെ തേടി ആ മക്കൾ അയോധ്യയിലെത്തിയപ്പോ ശ്രീരാമചന്ദ്രൻ ആ മക്കളെ തിരിച്ചറിയാനായില്ല. സീതാദേവി മക്കളാണെന്ന് പറഞ്ഞൂല്ല. ഒടുവിൽ ലവനും കുശനും രാമായണ കഥ ശ്രീരാമൻ തന്നെ പാടി കേൾപ്പിക്കുമ്പോഴാണ് തൻ്റെ മക്കളാണിതെന്ന് അച്ഛന് മനസ്സിലാവുന്നത്.
സത്യമോളെ, എന്താ? എന്തു പറ്റി? അച്ഛനെവിടെ? അ- അച്ഛാ, അമ്മ എവിടെ പോയി? എന്താ മോളെ? ശാരദാമ്മേ, എന്റെ അച്ഛൻ എന്തിയെ? ഇത്രയും നേരം എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. മോള് സ്വപ്നം വല്ലതും കണ്ടതായിരിക്കും. പിന്നെ സ്വപ്നം? എനിക്കച്ഛൻ കഥ വരെ പറഞ്ഞു തന്നു. അമ്മയും ഉണ്ടായിരുന്നു എന്റെ ഒപ്പം. പറഞ്ഞു തന്ന കഥ ഞാൻ വേണേ പറഞ്ഞു തരാം. ശ്രീരാമേന്ദ്രന്റെ കഥയാ. ഉറക്കത്തിൽ പോലും സത്യമോക്ക് അച്ഛനെ കുറിച്ചുള്ള ചിന്തകളാണല്ലോ ദൈവമേ. എന്ത് പറഞ്ഞാ ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് സമാധാനിപ്പിക്കുക? അച്ഛന് ഒരുപാട് സങ്കടത്തോടെയാ ആ കഥ പറഞ്ഞു തന്നത്. മക്കളെ തിരിച്ചറിയാതെ പോയ ശ്രീരാമേന്ദ്രന്റെ കഥ. എനിക്ക് ആ കഥ കേട്ടപ്പോ ഒരുപാട് സങ്കടമായി. മോളെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ. അച്ഛനെ കുറിച്ച് ഊണിലും ഉറക്കത്തിലും ഒക്കെ ചിന്തിച്ചു നടക്കല്ലേ, അതുകൊണ്ടാ അങ്ങനെയൊക്കെ കണ്ടത്. ശാരദാമ്മേ, എന്തിനാ ശാരദാമ്മ അച്ഛനെ എന്നീന്ന് മാറ്റി നിർത്തുന്നത്? അച്ഛനെ കുറിച്ച് ശാരദാമ്മയ്ക്ക് എല്ലാം അറിയാൻ എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഈ ചോദിക്കുന്നത്. ഇനിയും സത്യയിൽ നിന്ന് എല്ലാം ഒളിച്ചു വെക്കുന്നത് കടുത്ത വഞ്ചനയാണ്.